അതായത് ഇന്നലെ വൈകിട്ട് തമിഴ്നാട് റവന്യൂ സെക്രട്ടറി അമുത IAS, ആഭ്യന്തര സെക്രട്ടറി ധീരജ് കുമാർ, ആരോഗ്യ സെക്രട്ടറി സെന്തിൽ കുമാർ, ക്രമസമാധാന ചുമതലയുള്ള അവിടുത്തെ ADGP, ഇവരെല്ലാം പത്രസമ്മേളനം വിളിച്ചു. അവരുടെ പക്കൽ വിവിധ അതായത് ഈ കരൂർ സംഭവം നടന്ന ആ ദിവസം വിവിധ പത്രമാധ്യമങ്ങൾ പകർത്തിയ ദൃശ്യങ്ങൾ ആയിട്ടാണ് ഇവർ വന്നത്. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ തന്നെ മാർക്ക് ചെയ്ത് കാണിച്ചു വെച്ച ചില ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം വെച്ച് ആ മാർക്ക് ചെയ്ത ദൃശ്യങ്ങളൊക്കെ വെച്ച് TVK എന്ന വിജയിൻ്റെ പാർട്ടി പടച്ചുവിട്ട ആരോപണങ്ങളെല്ലാം തന്നെ പൊളിച്ചടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതായത് ഇവർ ഈ ആരോപണങ്ങൾ പൊളിച്ചടുക്കി തുടങ്ങിയത് സംഭവ ദിവസം പോലീസ് സുരക്ഷ ഒരുക്കിയില്ല, പോലീസ് കയ്യേറ്റം ചെയ്തു ജനങ്ങളെ എന്നുള്ളൊരു ആരോപണമുണ്ട് TVKയുടെ. അത് പൊളിച്ചടുക്കിക്കൊണ്ടാണ് ഇവർ തുടങ്ങിയത് ഈ പത്രസമ്മേളനം. വിജയുടെ തന്നെ പ്രസംഗത്തിൻ്റെ ഒരു ഭാഗം ഇവർ കാണിച്ചു, അതിനൊരു ക്ലിപ്പിംഗ് കാണിച്ചു. അപ്പോൾ അതിൽ വിജയ് പ്രസംഗിക്കുകയാണ്. അതായത് പോലീസിന് നന്ദി, പോലീസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടന്നത്, എനിക്ക് അവിടുന്ന് ഇവിടം വരെ വരാൻ പറ്റിയത് തന്നെ പോലീസ് ഉണ്ടായിരുന്നുകൊണ്ടാണ്. ഇങ്ങനെ വിജയ് തന്നെ പറയുന്ന ക്ലിപ്പിങ്ങുകൾ കാണിച്ചിട്ട് ഇദ്ദേഹം കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ കാണിക്കുന്ന മറ്റ് കാര്യങ്ങളുണ്ട്. അതായത് ശ്വാസം മുട്ടി തളർന്ന് വീഴുന്ന ആളുകൾക്ക് ഈ പോലീസുകാർ തുണി വീശി കാറ്റ്, അതായത് അവർക്ക് ഒരു ആശ്വാസം എന്നുള്ളൊരു തുണി വീശിയാൽ എന്ത് ചെയ്യാൻ പറ്റും, പക്ഷെ അവർക്ക് അവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം അവർ ചെയ്യുന്നു. വെള്ളം കൊടുക്കുന്നു, വെള്ളം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ നേതാവ് ഇങ്ങനെ പറഞ്ഞ ഇതേ നേതാവ് തന്നെയാണ് ഇപ്പോൾ പോലീസിനെ കുറ്റം പറയുന്നത് എന്നുള്ള ഒരു രീതിയിൽ ഇവിടെ പറഞ്ഞു. അതുമാത്രമല്ല, ഈ ദൃശ്യങ്ങൾ കാണിച്ചിട്ട് അവർ ചോദിക്കുന്നുണ്ട്, ദൃശ്യങ്ങൾ കള്ളം പറയുന്നതാണോ വിജയ്? ഇനി ഇത് ദൃശ്യമാണോ എന്ന് പറയൂ. ഈ പോലീസുകാരനൊക്കെ ആണോ? അവിടെ നിന്ന് ഇത്രയും കഷ്ടപ്പെട്ട് രാവിലെ 6 മണിക്ക്, അതായത് അവിടെ ആളുകൾ കൂട്ടാൻ തുടങ്ങി രാവിലെ 6 മണിക്ക് വന്നു. 2 മണിക്ക് നടക്കേണ്ട ചടങ്ങാണ് ഉച്ചയ്ക്ക്, പക്ഷേ രാവിലെ 6 മണിക്ക് ആളുകൾ വന്നു. അപ്പോൾ അപ്പോൾ തൊട്ട് അവിടെ പോലീസുകാരുണ്ടെന്ന് ആലോചിക്കണം. പിന്നെ പോലീസ് കയ്യേറ്റത്തിൻ്റെ അങ്ങനെ പൊളിച്ചെടുക്കുകയായിരുന്നു. ഇനി അവർ പറഞ്ഞിരിക്കുന്നതാണ് ഈ സ്ഥലവും സ്ഥലപരിമിതികളും ആളുകളും പോലീസിൻ്റെ എണ്ണവും എന്നൊക്കെ പറ്റി കുറച്ച് ആരോപണങ്ങളുണ്ടല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.